ഹായ്, അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലാസ്റ്റ് ടൈമിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ ഒരു വീഡിയോ കാണുമെന്ന് വിചാരിക്കാം. സോ ഓഡിറ്റിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ് സെക്ഷനിലേക്ക് നിങ്ങൾ ഇരിക്കാം. കാരണം ഇത് മാത്രം പഠിച്ചുകൊണ്ട് ഐ ഡോണ്ട് നോ, ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരികയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ഗുഡ് മാർക്ക്. പക്ഷേ ദാറ്റ്സ് എ ലൈക്ക് എന്താണ്, ഒരു ഭാഗ്യ പരീക്ഷണമാണ് അല്ലേ. സോ ഫസ്റ്റ് യു സ്റ്റഡി entire syllabus that as we have discussed in the class, then അതിനുശേഷം എന്ത് ചെയ്യും, യു വിൽ ബി റെഫറിങ് ഒരു MCQ നമ്മൾ അറ്റാച്ച് MCQ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ള MCQയുടെ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ December 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ആക്ച്വലി പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, കഴിഞ്ഞ തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നത് ഓഡിറ്റിംഗ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അല്ലാതെ ഇത് മാത്രം പഠിച്ചുകൊണ്ട് വിൽ നോട്ട് ബി ഗെറ്റിംഗ് എ ഗുഡ് മാർക്ക് അല്ലേ. പക്ഷേ യു വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ദ ക്വസ്റ്റ്യൻസ് ആർ ബീയിങ് ആസ്ഡ് ആൻഡ് വെദർ നമ്മൾ ക്ലാസ്സിലെടുത്തതും അതുപോലെ നമ്മൾ പഠിച്ചതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുന്നുണ്ടോ എന്നുള്ളൊരു ഐഡിയയും കൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ 50 മാർക്കിനാണ് ഓഡിറ്റിംഗ് ഉണ്ടാവുക. ചിലപ്പം MCQവിൽ ചിലപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് 1-2 ക്വസ്റ്റ്യൻസ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. ഓക്കെ, നോർമലി ഓഡിറ്റിങ്ങിലാണ് കൂടുതൽ MCQവിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതാണ് സെക്ഷൻ നമ്പർ 7 നമുക്ക് കാണാൻ പറ്റുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിൽ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കഴിഞ്ഞ അറ്റംപ്റ്റിൽ കാണാൻ പറ്റും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് വരുന്നത്. സോ 10 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് 20 മാർക്സ്. ഓക്കെ, അപ്പോൾ 20 മാർക്സ് നിങ്ങൾക്ക് MCQ തന്നെ കിട്ടും. MCQ ഈസ് ഓൾവേസ് എ സ്കോറിങ് ഏരിയ ഇൻ യുവർ ഓഡിറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പേപ്പറിൽ. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ പേയിലേക്ക് പോവാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 1, SA 600 ഡീൽസ് ഇൻ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് SA 600 ഏതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്? 600 സീരീസിൽ നമുക്ക് 3 essays ആണുള്ളത്. നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റിൽ നമ്മൾ പറയുന്ന ഒരു പോയിൻ്റാണ് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ് അല്ലേ. ഈ അതേഴ്സിൻ്റെ വർക്കിൽ നമ്മൾ 4 അതേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്തിട്ടുണ്ടായത്. ഒന്ന് ഓഡിറ്റ് അസിസ്റ്റൻറ്റ്, നമ്മളുടെ തന്നെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾ. അതിന് പുറമേ നമ്മൾ പറയുന്ന 3 പേര്, ഇൻറ്റേർണൽ ഓഡിറ്റർ, ബ്രാഞ്ച് ഓഡിറ്റർ, അതേപോലെ തന്നെ എക്സ്പെർട്ട് അല്ലേ. അപ്പം SA 600 ഈസ് ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ ബ്രാഞ്ച് ഓഡിറ്റർ. ഒരു സ്ഥാപനത്തിന് മറ്റു ഡിവിഷനുകൾ ഉണ്ട് എങ്കിൽ, ബ്രാഞ്ചുകൾ ഉണ്ട് എങ്കിൽ അതിൻ്റെ ഹെഡ് ഓഫീസർ എന്ത് ചെയ്യണം, ബ്രാഞ്ച് ഓഡിറ്റർ വർക്കിൻ്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാം. ഹി ഹാവ് ടു റിലേ ഓൺ ദ വർക്ക് പെർഫോംഡ് ബൈ ബ്രാഞ്ച് ഓഡിറ്റർ അല്ലേ. അപ്പോൾ അങ്ങനെ റിലേ ചെയ്യേണ്ടി വരുമ്പോൾ അയാൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു ബ്രാഞ്ച് ഓഡിറ്ററുടെ വർക്കിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, വാട്ട് ഓൾ തിങ്സ് ഹി ഹാവ് ടു കൺസിഡർ, ഏത് രീതിയിലാണ് അതിനെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റാൻഡേർഡാണ് ആക്ച്വലി എന്ത് SA 600. ഓക്കെ, SA 610 ഈസ് അബൌട്ട് ഇൻറ്റേർണൽ ഓഡിറ്റർ. ഒരു സ്ഥാപനത്തിൽ ഇൻറ്റേർണൽ ഓഡിറ്റർ ഉണ്ട് എങ്കിൽ എക്സ്റ്റേർണൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഇൻറ്റേർണൽ ഓഡിറ്ററുടെ വർക്കിന് എന്ത് ചെയ്യേണ്ടി വരും, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും ഓൺ സർട്ടൻ ഏരിയാസ്. ചിലപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ചെക്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, സ്ഥാപനത്തിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം സ്മൂത്തായിട്ട് പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഹി വുഡ് ഹാവ് check the internal auditors report also. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഹി ഹാവ് ടു കൺസിഡർ വാട്ട് ഓൾ തിങ്സ്, എന്തൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, അയാൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ ഈ ഇൻറ്റേർണൽ ഓഡിറ്ററിൽ അയാൾ വെരിഫൈ ചെയ്യണം എന്നുള്ളൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അയാൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള സ്റ്റാൻഡേർഡാണ് SA 610. 620 ഈസ് അബൌട്ട് എക്സ്പെർട്ട്. 620 is about expert. Expert എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഹു ഹാവ് ഇൻ-ഡെപ്ത് നോളേജ് ഇൻ എനി ഏരിയ അതർ ദാൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അക്കൗണ്ട്സും ഓഡിറ്റും അല്ലാതെ വേറെ ഏത് ഏരിയയിലും ഒരു ഇൻ-ഡെപ്ത് നോളേജ് ഉള്ള ഒരാളെയും നമുക്ക് എന്ത് വിളിക്കാം, ആ ഫീൽഡിലെ എക്സ്പേർട്ട് നമുക്ക് വിളിക്കാം അല്ലേ. അപ്പോൾ ചില സാഹചര്യങ്ങൾ നമുക്ക് ഈ എക്സ്പേർട്ടിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ആ എക്സ്പേർട്ട് നമ്മൾ ഡിപ്പെൻഡ് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അയാൾ തന്ന റിപ്പോർട്ട് നമ്മൾ റിലേ ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡാണിത് SA 620. സോ ഈ 3 സ്റ്റാൻഡേർഡാണ് നമുക്ക് 600 സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ ചോദിക്കുന്നത്, SA 600 എന്താണെന്നാണ് ചോദിക്കുന്നത്. SA 600 ഡീൽസ് ഇൻ മാറ്റർ കണക്റ്റഡ് വിത്ത് ഓഡിറ്റ് സാമ്പിളിംഗ് ആണോ? അല്ല, ഓഡിറ്റ് സാമ്പിളിംഗ് ഈസ് എ ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ്. കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ ആണോ? അല്ല. റിലേറ്റഡ് പാർട്ടി ആണോ? അല്ല.
here it is actually talking about reliability of branch auditor, like reliability of the work performed by branch auditor. So using the work of ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൽ ബ്രാഞ്ച് ഓഡിറ്റർ എന്ന് പറയുന്ന രീതിയിലല്ല അവരെന്ത് ചെയ്തിട്ടുള്ളത്, അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അനദർ ഓഡിറ്റർ എന്നാണ് എന്ത് ചെയ്യുക അയാളെ കുറിച്ച് പറയാം. സോ ബ്രാഞ്ച് ഓഡിറ്റർ ഈസ് നോൺ ആസ് അനദർ ഓഡിറ്റർ അണ്ടർ SA. ഓക്കെ, കമ്പോണൻറ്റ് ഓഡിറ്റർ ഒരു പെർട്ടിക്കുലർ കമ്പോണൻറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ ഓഡിറ്ററായിട്ടാണ് അയാളെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻഡ് അനദർ ഓഡിറ്റർ. അപ്പോൾ യൂസിങ് ദ വർക്ക് ഓഫ് അനദർ ഓഡിറ്റർ എന്നാണ് ആ സ്റ്റാൻഡേർഡിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാൻഡേർഡിലാണ് എന്ത് ചെയ്യുന്നത് SA 600 എന്ന് പറയുന്ന ഇത് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഡിറ്റർ സ്റ്റാൻഡേർഡ്. നൗ ആസ് പെർ SQC1 എന്താണ്? സ്റ്റാൻഡേർഡ്സ് ഓൺ ക്വാളിറ്റി കൺട്രോൾ അല്ലേ. നമുക്ക് ആകെ ഒരൊറ്റ സ്റ്റാൻഡേർഡ് അതിലുള്ളൂ, ദാറ്റ് ഈസ് SQC1. SQC1 എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ആൻസർ നിങ്ങൾക്ക് കിട്ടണം. കാരണം SQC1 ബന്ധപ്പെട്ടുള്ള MCQയിൽ 99% വരാൻ സാധ്യതയുള്ള സാധനം എന്താണ്? എത്ര വർഷം ഒരു കമ്പനി അവരുടെ വർക്കിംഗ് പേപ്പർ നിർബന്ധമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം. സോറി, നോട്ട് കമ്പനി, ദ ഓഡിറ്റർ. ആസ് പെർ SQC1, audit working paper must be retained by the statutory auditor for a period of എത്ര വർഷമാണ്? for a period of 7 years. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ അല്ലെങ്കിൽ വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ആ പോയിന്റ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് റിലേറ്റഡ് ടു ഏത് SA ആണ്? SA 230 ആണ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Cost auditor submit his report along with reservation and observation in form number CRA1, CRA2, CRA3, CRA4. എന്താണ് കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? അയാളുടെ റിപ്പോർട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഏത് ഫോമിലാണ് അയാൾ സബ്മിറ്റ് ചെയ്യുക? CRA1 എന്ന് പറയുന്ന ഫോം എന്തിനു വേണ്ടിയുള്ള? കോസ്റ്റ് റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഫോമാണെന്ത്? CRA1. CRA2 അപ്പോയിൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ CMA. CRA3 ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഫോമാണ്. CRA4 ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിഷൻ ടു സെൻട്രൽ ഗവൺമെൻറ്. CRA4. അപ്പോൾ എന്താണ്? കോസ്റ്റ് ഓഡിറ്റർ എന്ത് ചെയ്യണം? അയാളുടെ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ടു കമ്പനി അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവർ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം? അത് സബ്മിറ്റ് ചെയ്യണം. കമ്പനി അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് CRA4 സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ദ കോസ്റ്റ് ഓഡിറ്റർ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട്. അപ്പോൾ കോസ്റ്റ് ഓഡിറ്റർ അയാളുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് അലോങ് വിത്ത് റിസർവേഷൻ ആൻഡ് ഒബ്സർവേഷൻ. അയാൾ ഒബ്സർവേഷൻ ഒക്കെ വെച്ചുകൊണ്ട് അയാൾ ഏത് ഫോമിലാണ് സബ്മിറ്റ് ചെയ്യുക? CRA3 എന്ത് ചെയ്യുക? അയാൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഫോം നമ്പർ ADT1, ADT2, ADT3, ADT4. ADT1 to 4 എന്നുള്ള ഇതിന് MCQ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ CRA1, 2, 3, 4 ചോദിക്കും എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്ഷൻ SA നമ്പർ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ബെനിഫിറ്റ് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ? ഒരു സ്ഥാപനത്തിൻ്റെ ഇന്റേണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സ്ഥാപനത്തിന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കൺട്രോളാണ്. അതിൽ തന്നെ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺട്രോൾസ് ആണ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ? ഒന്ന്, ഇംപ്രൂവ്ഡ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്. ഓക്കെ, ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബെനിഫിറ്റ് ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ ഇംപ്രൂവ്സ് കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺട്രോൾസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറേ ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ നമുക്ക് കൂടുതൽ റിലേ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ട്രിക്ലിംഗ് ഡൗൺ ഓഫ് അക്കൗണ്ടബിലിറ്റി ടു ഓപ്പറേഷണൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി കൂടുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അത് ഹെൽപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഇൻ എൻറ്റിറ്റീസ് ഓപ്പറേഷൻ ആൻഡ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്. ഓക്കെ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിൽ ഇൻവെസ്റ്റേഴ്സിന് പുറത്തുനിന്നുള്ള ഒരാൾക്ക് ഒരു സ്ഥാപനത്തിൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ട് എങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അവർക്ക് കൂടുതൽ റിലേ ചെയ്യാൻ എന്ത് ചെയ്യും? അവരത് ഹെൽപ്പ് ചെയ്യും. സോ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടെങ്കിൽ that will benefit the investor confidence in a company. ഒരു സ്ഥാപനത്തിൽ നല്ലൊരു ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്ററിൻ്റെ കോൺഫിഡൻസ് കൂടും. അതേപോലെ തന്നെ നമ്മളുടെ
കൺട്രോൾ ഓവർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സ്. ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിൻ്റെ മേലെ ഒരു കൺട്രോൾ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിൻ്റെ മേലെ ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി, സോ ദ ഓപ്ഷൻ ഈസ് all of the above. ഇത് മൂന്ന് പോസിബിൾ ആണ്. സോ all of the above. Statutory auditor apprehends a possible material misstatement due to inadequate internal check system. The risk associated with this apprehension is known as, ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, നമുക്ക് ആകെ അറിയാവുന്നത് ഇതിൽ ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറഞ്ഞ സാധനം ഇല്ല. ബേസിക്കലി ഓഡിറ്റ് റിസ്കിന് 3 എണ്ണമാണ്: ഇൻഹറൻറ്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. സോ ഓൾറെഡി ഓപ്പറേഷണൽ റിസ്ക് ഇസ് ഗോൺ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അപ്രഹെൻസ് എ പോസിബിൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ ഇൻഅഡിക്വസി കാരണം ഒരു സ്ഥാപനത്തിൽ നമ്മൾ അനുഭവിക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ. സോ കൺട്രോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസ്ക്, ഇൻറ്റേർണൽ കൺട്രോളുമായി ബന്ധപ്പെട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൺട്രോൾ റിസ്ക്. സോ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. ഇൻ റിലേഷൻസ് ടു ദ അഡ്വാൻസസ് മെയ്ഡ് ബൈ ബാങ്ക് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഫ് എ ബാങ്ക് ഹാസ് ഗിവൺ അഡ്വാൻസസ് ടു സംവൺ, ദ ഓഡിറ്റർ നീഡ് ടു റിവ്യൂ. ഓഡിറ്റർക്ക് എന്ത് ചെയ്യണം? ഈ അഡ്വാൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്ക് ഓഡിറ്റിന് പോകുന്ന സമയത്ത് ബാങ്കുകൾ ഈ കൊടുത്ത അഡ്വാൻസസിനെ കുറിച്ച് എന്ത് ചെയ്യണം? ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ അങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അയാൾ വെരിഫൈ ചെയ്യുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അതായത് ദ ഓഡിറ്റർ നീഡ് ടു റിവ്യൂ വിച്ച് ഓഫ് ദ ഫോളോയിങ്, എന്തൊക്കെയാണ് അയാൾ റിവ്യൂ ചെയ്യേണ്ടത്? സ്ക്രൂട്ടനൈസ് എന്താ? എക്സാമിൻ ചെയ്യുക, വെരിഫൈ ചെയ്യുക. സബ്സിഡറി ലെഡ്ജേഴ്സ് ആൻഡ് കൺട്രോൾ അക്കൗണ്ട്സ്. സബ്സിഡറി ലെഡ്ജേഴ്സും അതുപോലെ തന്നെ കൺട്രോൾ അക്കൗണ്ട്സ്, എല്ലാ ലെഡ്ജേഴ്സുമായി ബന്ധപ്പെടുന്ന എല്ലാ ലെഡ്ജേഴ്സും അതുപോലെ തന്നെ കൺട്രോൾ അക്കൗണ്ട്സും എന്ത് ചെയ്യണം? അയാൾ വെരിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് കറക്റ്റ്. പിന്നെ സ്ക്രൂട്ടനൈസ് ഓവർ ഡ്യൂ അക്കൗണ്ട്. ഈ അഡ്വാൻസ് കൊടുത്തതിൽ പലതും എന്തോ ഓവർ ഡ്യൂ ആയിട്ടുണ്ടാവും. ആഫ്റ്റർ ദ ഡ്യൂ ഡേറ്റ് നമുക്ക് കിട്ടാൻ പെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടാവും, ഡ്യൂ ഡേറ്റ് ആയിട്ടും പേ ചെയ്യാത്ത. അപ്പോൾ അതെന്ത് ചെയ്യുക? സ്ക്രൂട്ടനൈസ് ചെയ്യുക. അതിൻ്റെ മേലെ തന്നെ ഏതെങ്കിലും ഫണ്ട് അങ്ങനെ ഡ്യൂ ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഹാവ് യു ടേക്കൺ എനി റിക്കവറി മെഷേഴ്സ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? എന്ത് ചെയ്യുക? ഓഡിറ്റർ വെരിഫൈ ചെയ്യുക. പിന്നെ എൻഷ്യൂർ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഓഫ് അക്കൗണ്ട്സ്. ഈ ബാങ്കുകളിലൊക്കെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടായിരിക്കണം. അവരുടെ സെക്യൂരിറ്റി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ലോണിൻ്റെ ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാർട്ടികളുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം. അതൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. സോ ഓൾ ഓഫ് ദ അബവ്. സി ഐ വിൽ ഗിവ് യു എൻ ഐഡിയ. നിങ്ങൾക്ക് ഓപ്ഷനിൽ ഓൾ ഓഫ് ദ അബവ് ആണ് എങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് 99% ഇറ്റ് വിൽ ബി ഓൾ ഓഫ് ദ അബവ്. സോ ജനറലി നിങ്ങൾക്ക് റീഡ് ചെയ്താൽ തന്നെ യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ നിങ്ങൾ ഇൻഡെപ്ത് ആയിട്ട് ആ കോൺസെപ്റ്റിലേക്ക് പോയിട്ടില്ലെങ്കിലും ജനറലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ റീഡ് ചെയ്താൽ തന്നെ യു വിൽ ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഓപ്ഷൻ. ഓക്കെ. ഓൾ ഓഫ് ദ അബവ് ആണുള്ള സാധ്യത ഈസ് വെരി ഹൈ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടെമ്പററി ഓഡിറ്റ് ഫയൽ? ടെമ്പററി ഓഡിറ്റ് ഫയൽ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് കറണ്ട് ഓഡിറ്റ് ഫയൽ. ബോത്ത് ആർ സെയിം. ടെമ്പററി ഓഡിറ്റ് ഫയൽ അല്ലെങ്കിൽ കറണ്ട് ഓഡിറ്റ് ഫയൽ. കറണ്ട് ഓഡിറ്റ് ഫയലാണ് ആക്ച്വലി മെറ്റീരിയലൊക്കെ ഉള്ളത്. പക്ഷേ ഐ ഡോണ്ട് നോ വൈ ദേ ടോൾഡ് ഹിയർ ടെമ്പററി ഓഡിറ്റ് ഫയൽ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ടെമ്പററി ഓഡിറ്റ് ഫയൽ? കറണ്ട് ഓഡിറ്റ് ഫയൽ. നമുക്ക് ഓൾറെഡി അറിയാം, വർക്കിംഗ് പേപ്പർ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റോർ ചെയ്ത് വെക്കാം. ഒന്ന് പെർമനൻറ്റ് ഓഡിറ്റ് ഫയലായിട്ട്, മറ്റൊന്ന് കറണ്ട് ഓഡിറ്റ് ഫയലായിട്ട്. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ഓഡിറ്റ് പീരീഡിന് വേണ്ടി നമുക്ക് യൂസ്ബിൾ ആവുന്ന ഡോക്യുമെൻറ്റ്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ചിലപ്പം ആ ഒരു കളക്ട് ചെയ്യുന്ന വർഷത്തേക്ക് വേണ്ടി മാത്രമായിരിക്കില്ല നമുക്ക് യൂസബിൾ ആവുക. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ഫർദർ ഇയേഴ്സ്. അടുത്ത വർഷത്തെ ഓഡിറ്റിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ. ഇനി നമ്മൾ കളക്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് ആ ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രമേ റിലവൻ്റ് ഉള്ളൂ എങ്കിൽ ദാറ്റ് വിൽ ബി എ കറണ്ട് ഓഡിറ്റ് ഫയൽ. സോ അങ്ങനെ ഇവിടെ ചോദിക്കുന്നത് എന്താ? ഏതാണ് കറണ്ട് ഓഡിറ്റ് ഫയലിൽ പെടാത്തത് എന്ന് വെച്ചാൽ പെർമനൻറ്റ് ഓഡിറ്റ് ഫയലിൽ വരുന്ന കാര്യങ്ങൾ. ദാറ്റ് മീൻസ് മോർ ദാൻ 1 ഇയറിലേക്ക് യൂസ്ഫുൾ ആവുന്ന ഡോക്യുമെൻറ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഫസ്റ്റ് വൺ, കറസ്പോണ്ടൻസ് റിലേറ്റിംഗ് ടു acceptance of annual reappointment. ആനുവൽ റീഅപ്പോയിൻമെൻറ്റ് എന്ന് വെച്ചാൽ ഓഡിറ്റർ റീഅപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ആ റീഅപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ വർഷവും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, എല്ലാ വർഷവും നമുക്ക് ഇപ്പോൾ ഈ വർഷത്തെ അപ്പോയിൻമെൻറ്റ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് അടുത്ത വർഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ദർ വിൽ ബി എവറി ഇയർ ദർ വിൽ ബി എ റീഅപ്പോയിൻമെൻറ്റ് ഡോക്യുമെൻറ്റേഷൻ. അപ്പോൾ അത് എപ്പോഴും ആ ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രം റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കും. ഇറ്റ് വിൽ ബി അണ്ടർ ടെമ്പററി ഓഡിറ്റ് ഫയൽ. ഓഡിറ്റ് പ്രോഗ്രാം, ഒരു വർഷം നമ്മൾ ഓഡിറ്റ് പ്രോഗ്രാം ഉണ്ടാക്കിയാൽ അടുത്ത വർഷം നമ്മൾ ഉണ്ടാക്കണം. ഇറ്റ് ഈസ് എ റിപ്പീറ്റേറ്റീവ് വർക്ക് അല്ലേ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ കറണ്ട് ഓഡിറ്റ് ഫയൽ. പിന്നെ എക്സ്ട്രാക്ട്
ഓഫ് മിനിറ്റ്സ് ഓഫ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് എക്സ്ട്രാക്ട് അതെന്ന് പറയുന്നത് എല്ലാ വർഷവും ബോർഡ് മീറ്റിംഗ്സും കാര്യങ്ങളും നടക്കും. അതിൻ്റെ കോപ്പീസ് നമ്മൾ കളക്ട് ചെയ്യും പലപ്പോഴും. അപ്പോൾ ആ കളക്ട് ചെയ്ത കോപ്പീസൊക്കെ എന്തായിരിക്കും, നോർമലി കറണ്ട് ഓഡിറ്റ് ഫയലായിരിക്കും. അതിലെന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ വരെ. ഇവിടെ നോർമലി എന്താ പറയുന്നത്, ബോർഡ് മിനിറ്റ്സിൻ്റെ എക്സ്ട്രാക്ട് മാത്രമേ പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ജനറൽ ബോർഡ് മിനിറ്റ്സിൻ്റെ കോപ്പി എന്നുള്ളത് ചെയ്തോളൂ. സോ ഇഫ് ദർ ഈസ് എ സ്പെസിഫിക് ആയിട്ടുള്ള എന്താണ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ക്ലാസിഫൈ ഇൻ പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ. പിന്നെ ലീഗൽ ആൻഡ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ ലീഗൽ ആൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ, അവരുടെ MOA, AOA പോലുള്ള സാധനങ്ങൾ, ഇതൊക്കെ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് കറണ്ട് ഓഡിറ്റ് ഫയൽ. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ. പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ എല്ലാ വർഷവും ഇത് മാറില്ല അല്ലേ. സോ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് പെർമനൻറ്റ് ഓഡിറ്റ് ഫയൽ. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ D ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ which of the following is not a content of audit report as per CARO? കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ പഠിച്ചല്ലോ. കമ്പനി ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബാക്കിൽ അനക്ഷർ ആയിക്കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു അഡീഷണൽ റിപ്പോർട്ടിംഗ് ആണ് ആക്ച്വലി എന്ത് CARO എന്ന് പറഞ്ഞാൽ അല്ലേ. അതിൽ ഏകദേശം 20-24 ഐറ്റംസ് നമുക്കതിൽ കാണാൻ പറ്റും. പല വിഷയങ്ങളെക്കുറിച്ച് ഓഡിറ്റർ മെൻഷൻ ചെയ്യേണ്ട ഇതിനെക്കുറിച്ച് പറയുന്നൊരു റിപ്പോർട്ടാണ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് റിപ്പോർട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിൻ്റ് ഔട്ടിൽ ഐ വുഡ് ഹാവ് ഗിവൺ യു എന്തൊക്കെയാണ് CARO റിപ്പോർട്ടിലുള്ളത്. 3 പ്രാവശ്യം റീഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ. സോ യു ഷുഡ് ഹാവ് റീഡ് ദാറ്റ്. നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ പോയിന്റ് ആസ്കിങ് ഹിയർ. എന്താ ചോദിക്കുന്നത്, അതായത് CARO എന്ന് പറയുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത അല്ലെങ്കിൽ CARO റിപ്പോർട്ടിൽ പറയാത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആസ് പെർ CARO റിപ്പോർട്ട് പ്രകാരം CAROയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് എന്ത്, ഇൻവെൻട്രി നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സിൻ്റെ അക്സെപ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. റീപേയ്മെൻറ്റ് ഓഫ് ലോൺ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയി നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ CAROയിൽ അത് എംപ്ലോയ്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. അതിലൊരിക്കലും ഓഡിറ്റർക്ക് ഒരു പ്രസക്തിയും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയി ഈസ് നോട്ട് എ പാർട്ട് ഓഫ് CARO റിപ്പോർട്ടിംഗ്. ബാക്കിയുള്ള 3 CAROൻ്റെ അണ്ടറിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. സോ ദിസ് ഈസ് 10ാമത്തെ പോയിന്റ്. ഇത് ഭയങ്കര കുറച്ച് ഹാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സെക്ഷൻ, ഇറ്റ് ഈസ് അബൌട്ട് സബ്സെക്ഷൻ അല്ലേ. റീഅപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ഓഡിറ്റർ ഈസ് ഗൈഡഡ് ബൈ സെക്ഷൻ അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ഓഡിറ്റർ ഈസ് ആക്ച്വലി കവേർഡ് അണ്ടർ 139. കമ്പനി ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് അത് ഓൾറെഡി നമുക്കറിയാം. 138 ഇൻറ്റേർണൽ ഓഡിറ്റർ, 139 139 to 148 ആണ്, 147 ആണ് കമ്പനി ഓഡിറ്ററിൻ്റെ സെക്ഷൻസ് വരുന്നത്. അതിൽ 139 എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്, പിന്നെ 140 എന്ന് പറഞ്ഞാൽ റിമൂവൽ, റെസിഗ്നേഷൻ, 141 എലിജിബിലിറ്റി, ക്വാളിഫൈ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. പക്ഷേ ഇവിടെ 139 ആണ് നമുക്കറിയാം, പക്ഷേ അത് ഏത് സബ്സെക്ഷനിലാണ് നമുക്ക് അറിയില്ല. സോ ഓൾറെഡി എല്ലാത്തിനും 139 ആണ് വരുന്നത് അല്ലേ. സബ്സെക്ഷൻ എന്താ ചെയ്യാം, study that. Reappointment of company auditor is section 139 subsection 9. Okay, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇഫ് യു ഈ സബ്സെക്ഷൻ എല്ലാം ബൈ ഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ബട്ട് ദിസ് സിൻസ് ഈ ഒരു MCQ ഇവിടെയും അതേപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിലൊക്കെ തന്നിട്ടുണ്ട് എന്നുകൊണ്ട് ഇത് വീണ്ടും ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, റീഅപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ഓഡിറ്ററിൻ്റെ സബ്സെക്ഷൻ സെക്ഷൻ 139 സബ്സെക്ഷൻ 9 ആണ്. ഓക്കെ, സെക്ഷൻ B. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടണം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിൽ കോർപ്പറേറ്റ് അക്കൗണ്ട്സിലും കൂടെ നിങ്ങൾക്ക് പാസ്സാവാൻ ഇനിയൊരു 20 മാർക്ക് കൂടെ മതി. ഓക്കെ, ദാറ്റ് ക്യാൻ ബി ഈസിലി റിസീവ്ഡ് ഫ്രം അതർ പോയിന്റ് അല്ലേ. അപ്പോൾ നമ്മളെ ക്ലാസ്സിലെ ടാർഗറ്റ് എന്താണ്, യു വിൽ ബി സ്കോറിങ് 40 മാർക്ക് അല്ലേ ഓഡിറ്റിങ്ങിൽ. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട്സിലും കൂടെ ആകുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് എക്സംഷൻ, മോർ ദൻ എക്സംഷൻ. ഡിസ്ക്രൈബ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. ഒരു സൗണ്ട് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിൻ്റെ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ് ഇതിന് ചോദിക്കുന്നത്. ഇത് ഓൾറെഡി വി ഹാവ് നമ്മളതിൻ്റെ നോട്ട് പ്രസൻറ്റേഷനിൽ നമ്മൾ തന്നിട്ടുണ്ട്. എന്താണ്, നോ സിംഗിൾ പേഴ്സൺ ഈസ് അലൗഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് സോൺലി ബൈ ഹിംസെൽഫ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ്. ഒരു വർക്കിൻ്റെ ബിഗിനിങ് ടു എൻഡിൽ ഒരാളെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെന്താണ്,
clear instruction that work performed by one staff must be checked by the next staff. We have already discussed ഈ പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ മസ്റ്റ് ബി പ്രോപ്പർലി ഡിഫൈൻഡ്. ഓരോ ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിബിലിറ്റി പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ ടെക്നോളജി ഇനേബിൾഡ് സർവീസസ് നമുക്ക് യൂസ് ചെയ്യണം ടു മിനിമൈസ് ഹ്യൂമൻ എറേഴ്സ്. നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. ഓക്കെ. പിന്നെ ട്രാൻസ്ഫർ ഓർ റൊട്ടേഷൻ ഓഫ് എംപ്ലോയി ഫ്രം വൺ റെസ്പോൺസിബിലിറ്റി ടു അനദർ. ഓക്കെ, അതായത് ഒരു ആളെ ഒരു സ്ഥലത്ത് തന്നെ വെക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ദെൻ അടുത്തത് general chances of fraud are high in case there is a direct contact between staff and customers. So manager can keep eye in those areas to make internal check system more effective. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് എംപ്ലോയീസിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ചാൻസ് ഓഫ് ഫ്രോഡ് ഉണ്ട്. ഡയറക്റ്റ് ക്യാഷ് കളക്ഷൻസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മിസ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സൂപ്പർവിഷൻ. Strict supervision should be exercised to ensure that prescribed internal check and procedure are fully operative. Okay, supervision കൊണ്ടുവരണം. അതുപോലെ തന്നെ റിവ്യൂ ഒന്ന് സൂപ്പർവൈസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, വേറെ ആൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ റിവ്യൂ ഫ്രം ടൈം ടു ടൈം, ഇൻട്രൊഡക്ഷൻ ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഒരിക്കലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റണം, അത് കാലാകാലം കൊണ്ടു നടക്കാമെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യണം, അതിലെന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇന്ന ഒരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം അത് അത്ര എഫക്റ്റീവ് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഒരു ചെക്ക് സിസ്റ്റംസ് എന്ത് ചെയ്യാം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കൺട്രോളിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ റെസ്പോൺസിബിലിറ്റീസും പോയിന്റുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതാണ് റിവ്യൂ. അതിനുവേണ്ടി നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ സൂപ്പർവിഷനും നടക്കണം, റിവ്യൂ നടക്കണം. ഓക്കെ, സോ ദീസ് ആർ പാർട്ട് ഓഫ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. നമ്മൾ ഓൾറെഡി നമ്മളെ നോട്ടിൽ തന്ന സാധനമാണ്. Now illustrate the provisions of Companies Act and SEBI regulations relating to the applicability and conduct of secretarial audit, that is section 204. നമ്മൾ നോട്ടിൽ ഓൾറെഡി നമ്മൾ തന്നിട്ടുള്ള പോയിൻ്റാണ്. ആർക്കാണ് സെക്രട്ടറിയൽ ഓഡിറ്റ് അപ്ലിക്കബിൾ ആവുന്നതെന്നാണ് ആദ്യം നമ്മൾ പറയുന്നത്. എവറി ലിസ്റ്റഡ് കമ്പനി, ബാക്കിയുള്ളതൊക്കെ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ആണെങ്കിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore, ടേൺ ഓവർ 250 crore, 250 crore. എവറി കമ്പനി ഹാവിങ്, അപ്പോൾ പബ്ലിക് കമ്പനിക്ക് രണ്ട് ലിമിറ്റേഷനാണ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ടേൺ ഓവറും. അതൊന്നും അല്ലാത്ത കമ്പനികൾ, അപ്പോൾ പ്രൈവറ്റ് കമ്പനികൾക്കും ഇത് അപ്ലിക്കബിൾ ആവാം. അല്ലെങ്കിൽ പബ്ലിക് കമ്പനികൾ തന്നെ 2, 3 പോയിന്റുകൾ അപ്ലിക്കബിൾ അല്ലാത്ത കമ്പനികൾക്കും 4ാമത്തെ പോയിന്റ് അപ്ലിക്കബിൾ ആവാം. എന്താണ് എവറി കമ്പനി ഹാവിങ് ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓർ ബോറോയിങ്സ് ഫ്രം bank or public financial institution എത്രയാണ് 100 crore or more, 100 കോടി അതിൽ കൂടുതലോ ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് ഓൺ ബോറോയിങ്സ് ഉണ്ട് എങ്കിൽ അവർക്ക് എന്താണ് സെക്രട്ടറിയൽ ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദീസ് ഇസ് അതാണ് സെക്രട്ടറിയൽ ഓഡിറ്റിന് അപ്ലിക്കബിലിറ്റി. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് ആൻഡ് സെബി റെഗുലേഷൻസ് റിലേറ്റിംഗ് ടു അപ്ലിക്കബിലിറ്റി ആൻഡ് കണ്ടക്ട് ഓഫ്. അപ്പോൾ അപ്ലിക്കബിലിറ്റിയും അതുപോലെ തന്നെ കണ്ടക്ട്, അപ്പോൾ മൊത്തം സെക്ഷൻ 204 ആണ് എന്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അവരെന്ത് ചെയ്യണം, ഈ കമ്പനികളൊക്കെ ഈസ് റിക്വയർഡ് ടു അനെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി ഉള്ള ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. ഓക്കെ, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുക, അതാണ് അനക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്തിൻ്റെ കൂടെ അനക്ഷൻ ഉണ്ട്, വിത്ത് ദ ബോർഡ് റിപ്പോർട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അനക്ഷർ ചെയ്യണം. എന്ത്, എ സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട്, ഒരു സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ബോർഡ് റിപ്പോർട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം, അനക്സ് ചെയ്യണം. ഗിവൺ ബൈ ദ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, നമ്മളുടെ കമ്പനി സെക്രട്ടറി നമുക്ക് തന്നിട്ടുള്ള സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ഏത് ഫോമിലാണ്, MR3. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മറ്റേ ഒരു PayTM എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ബോർഡ് റിപ്പോർട്ടിൽ ഈ സാധനമൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. സോ ദാറ്റ് ഫോം നമ്പർ ഈസ് MRA3. അത് സെക്രട്ടറിയൽ ഓഡിറ്ററാണ് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. So കമ്പനി സെക്രട്ടറിയാണ് ഇഷ്യൂ ചെയ്യുക. ഇറ്റ് വിൽ ബി അനക്സ് വിത്ത് ദ ബോർഡ് റിപ്പോർട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ കമ്പനി ടു ഗീവ് ഓൾ അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ദ കമ്പനി സെക്രട്ടറി ഫോർ ഓഡിറ്റിംഗ് ദ സെക്രട്ടറിയൽ ആൻഡ് റിലേറ്റഡ് റെക്കോർഡ്സ് ഓഫ് ദ കമ്പനി. ഓക്കെ, അതിൻ്റെ എല്ലാ അസിസ്റ്റൻസും കാര്യവും കമ്പനി കൊടുക്കണം. അതേപോലെ തന്നെ ഇഫ് ദ കമ്പനി ഓർ എനി ഓഫീസർ ഓഫ് ദ കമ്പനി ഓർ സെക്രട്ടറി ഇൻ പ്രാക്ടീസ് കോൺട്രവെൻസ്, എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ the company, every officer or the company or company secretary in practice who is in default, ഈ വീഴ്ച വരുത്തിയ ആൾ shall be liable to penalty of 2 lakh rupees. 2 ലക്ഷം റുപ്പീസ് ഡയറക്റ്റ് പെനാൽറ്റിയാണ്. ആർക്കാണ്, കമ്പനിക്കോ ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ള കമ്പനിയിലുള്ള ആർക്കെങ്കിലോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിക്കോ. ആര് ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാലും ദിസ് ഈസ് ദ പെനാൽറ്റി. ഇനി
സെബി റെഗുലേഷനിൽ എന്താ പറഞ്ഞത്? സെബി റെഗുലേഷനും സെയിം കാര്യം തന്നെ പറഞ്ഞു. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണം? ബോർഡ് റിപ്പോർട്ടിൽ എന്ത് ചെയ്യണം? അനക്സ് ചെയ്യണം എന്നല്ലേ? ആ സെയിം കാര്യം ഇത് ഇവിടെ പറയുന്നത് കമ്പനീസ് ആക്ടിന് അണ്ടറിലാണ് പറയുന്നത്. കമ്പനീസ് ആക്ടിന് അണ്ടറിലുള്ള പ്രൊവിഷനാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഇവിടെ സെബി റെഗുലേഷനിൽ സെയിം കാര്യം പറയുന്നതായിട്ട് നമുക്ക് കാണാം. ആസ് പെർ റെഗുലേഷൻ 24A ഓഫ് സെബി LODR റെഗുലേഷൻ എവറി ലിസ്റ്റഡ് കമ്പനി. അപ്പം സെബി ആർക്കാണ് അപ്ലിക്കബിൾ ആവുന്നത്? ലിസ്റ്റഡ് കമ്പനികളാക്കാണ്. അപ്പോൾ ലിസ്റ്റഡ് കമ്പനികൾ കമ്പനീസ് ആക്റ്റും അപ്ലിക്കബിൾ ആണ്, സെബി അപ്ലിക്കബിൾ ആണ്. അപ്പോൾ സെബിയിലും സെയിം കാര്യം പറയുന്നുണ്ട്. എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് ഇറ്റ്സ് മെറ്റീരിയൽ അൺലിസ്റ്റഡ് സബ്സിഡറീസ്. അതിൻ്റെ അൺലിസ്റ്റഡ് സബ്സിഡറീസ് എന്ത് ചെയ്യണം? ഇൻകോർപ്പറേറ്റ് ഇൻ ഇന്ത്യ ഷാൾ അണ്ടർടേക്ക് സെക്രട്ടറിയൽ ഓഡിറ്റ്. അവരെന്ത് ചെയ്യണം? സെക്രട്ടറിയൽ ഓഡിറ്റ് അണ്ടർടേക്ക് ചെയ്യണം. ആൻഡ് ഷാൾ അനെക്സ് എ സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ഗിവൺ ബൈ എ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. അവരെന്ത് ചെയ്യണം? അനെക്സ് ചെയ്യണം. എവിടെ? വിത്ത് ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ ലിസ്റ്റഡ് എൻറ്റിറ്റി. വിത്ത് ദ ആനുവൽ റിപ്പോർട്ട് ഓഫ് ദ ലിസ്റ്റഡ് എൻറ്റിറ്റി. ഈ സ്ഥാപനത്തിൻ്റെ ആനുവൽ റിപ്പോർട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അനക്സ് ചെയ്യണം. നേരത്തെ പറഞ്ഞ ബോർഡ് റിപ്പോർട്ടാണ്, ഇവിടെ പറഞ്ഞ ആനുവൽ റിപ്പോർട്ടാണ്. സി ടെക്നിക്കലി ബോത്ത് ആർ കറക്റ്റ്. സി ആനുവൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആനുവൽ റിപ്പോർട്ടിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു റിപ്പോർട്ടാണ് ആക്ച്വലി എന്ത്? ബോർഡ് റിപ്പോർട്ട്. ഈ ബോർഡ് റിപ്പോർട്ടിൻ്റെ അനക്ഷറായിട്ടാണ് എന്ത് ചെയ്യുക? MR3 വരിക. MR3. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ പറയാം MR3 എന്തിന് അനക്ഷറാണെന്ന് പറയാം? ബോർഡ് റിപ്പോർട്ടിൻ്റെ അനക്ഷറാണെന്ന് പറയാം, അല്ലെങ്കിൽ ആനുവൽ റിപ്പോർട്ടിൻ്റെ അനക്ഷറാണെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് കറക്റ്റ്. ബിക്കോസ് ബോർഡ് റിപ്പോർട്ട് ഈസ് ആക്ച്വലി കമ്മിങ് അണ്ടർ ആനുവൽ റിപ്പോർട്ട്. ഓക്കെ, സോ അത് തന്നെ സെയിം പോയിന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും സെബിയിലും പറയുന്നത്. പക്ഷേ സെബി ആരെക്കുറിച്ച് മാത്രമേ പറഞ്ഞത്? ലിസ്റ്റഡ് കമ്പനിയെ കുറിച്ച് മാത്രമേ പറഞ്ഞത്. പക്ഷേ ഇവിടെ ലിസ്റ്റഡ് കമ്പനി മാത്രമല്ല, ലിസ്റ്റഡ് കമ്പനി ഉണ്ട്, അതിനോടെ പബ്ലിക് കമ്പനി ആൻഡ് അതർ കമ്പനി കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കവേർഡാണ്. അതേപോലെ തന്നെ സെബി റെഗുലേഷൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഇൻ അഡീഷൻ ടു ദ എബവ്, അതിന് പുറമെ സെക്രട്ടറിയൽ ഓഡിറ്റിന് പുറമെ എവറി ലിസ്റ്റഡ് കമ്പനി, എല്ലാ ലിസ്റ്റഡ് കമ്പനിയും ഷാൽ സബ്മിറ്റ്, കമ്പനി എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. എന്ത്? സെക്രട്ടറിയൽ കംപ്ലയൻസ് റിപ്പോർട്ട്. സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, കംപ്ലയൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് കമ്പനി എന്ത് ചെയ്യണം? സെബിയിലേക്ക് സബ്മിറ്റ് ചെയ്യണം. സോറി, നോട്ട് ഇൻ സെബി, ടു ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വിത്തിൻ അവർ രജിസ്റ്റർ ചെയ്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. എന്ത്? സെക്രട്ടറിയൽ കംപ്ലയൻസ് റിപ്പോർട്ട്. സെക്രട്ടറിയൽ ഓഡിറ്റ് റിപ്പോർട്ട് ആരാ കൊടുക്കുക? സെക്രട്ടറിയാണ് കൊടുക്കുക ടു ദ കമ്പനി. ആ സെക്രട്ടറി കൊടുത്തിട്ടുള്ള ഈ സാധനം MR3 എന്ത് ചെയ്യും? ബോർഡ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യാണ് ചെയ്യുക. ഇവിടെ പറയുന്നത് എന്താണ്? സെക്രട്ടറിയൽ ഓഡിറ്റിനെ കുറിച്ചുള്ള പറഞ്ഞാൽ സെക്രട്ടറിയൽ കംപ്ലയൻസ് റിപ്പോർട്ടാണ്. ഇത് ആര് കൊടുക്കണം? കമ്പനി, ലിസ്റ്റഡ് കമ്പനി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കണം. എത്ര ദിവസം കൊണ്ട് കൊടുക്കണം? വിത്തിൻ 60 days ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 60 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു കംപ്ലയൻസ് റിപ്പോർട്ടും കൂടെ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ലിസ്റ്റഡ് കമ്പനികൾ കൊടുക്കണം. അതാണ് അതിൻ്റെ പ്രൊവിഷൻ. ഓക്കെ, സ്റ്റേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത സാധനമാണ്. സോ ലെറ്റ് us see once again ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ എക്സ്പ്രസിങ് ഒപ്പീനിയനാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല. എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടും സർട്ടിഫിക്കറ്റും നമ്മൾ വ്യത്യാസം? ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഒരു അഭിപ്രായം പറയലാണ് നമ്മൾ ഉദ്ദേശം. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? എന്തെങ്കിലും കമ്പനികളുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കണ്ടൻറ്റിൻ്റെ മേലെ മാത്രമാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അത് ചിലപ്പം ആ കമ്പനിയുടെ ആ വർഷത്തെ സെയിൽസ് മാത്രം ഒന്ന് സർട്ടിഫൈ ചെയ്ത് തരാൻ പറ്റുമോ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇൻവെൻട്രി മാത്രം ഒന്ന് എന്ത് ചെയ്യുക? സർട്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം എന്ത് ചെയ്യുക? ഒന്ന് സർട്ടിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അപ്പോൾ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്യുറസി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ്. അപ്പം ഒപ്പീനിയൻ ഫോം ചെയ്ത ഒപ്പീനിയൻ്റെ പ്രശ്നം ഗുണം എന്താണെന്ന് വെച്ചാൽ ഒപ്പീനിയൻ ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒപ്പീനിയൻ തെറ്റിക്കഴിഞ്ഞാലും നമുക്കെതിരെ വലിയൊരു ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഓഡിറ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ പറഞ്ഞ ഒപ്പീനിയൻ തെറ്റാണ് എങ്കിൽ ആ ഒപ്പീനിയനിലേക്ക് അവർ എത്താനുള്ള കാരണങ്ങൾ അയാൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഹി വിൽ ബി സേഫ്. പക്ഷേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ ഓഡിറ്റർ സേഫ് ആയിരിക്കില്ല. കാരണം എന്താ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ അയാൾ 100% ഇത് ജെനുവിൻ ആണ്, ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഈസ് ലിറ്റിൽ റിസ്കി ഫോർ ദ പ്രൊഫഷണൽ. കാരണം അതിലെന്ത് മിസ്റ്റേക്ക് ഉണ്ട് എങ്കിലും അയാൾ ലയബിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒപ്പീനിയൻ ആണ് എങ്കിൽ ഇവിടെ കൺഫർമേഷൻ ഓഫ് ദ കറക്റ്റ്നെസ് ആൻഡ് അക്യുറസി, ഒരു സാധനത്തിൻ്റെ കറക്റ്റ്നെസ് അല്ലെങ്കിൽ അക്യുറസി ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഉറപ്പുവരുത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട്
is based on assumptions and estimates. Okay, ചിലപ്പോൾ ഫാക്സും ഉണ്ടാവാം. പക്ഷേ സർട്ടിഫിക്കറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ്. ആക്ച്വൽ ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സിൻ്റെ മേലെയാണ് എന്തെന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ ഓഡിറ്റ് റിപ്പോർട്ടിലെ അസംഷൻസും എസ്റ്റിമേറ്റ്സും ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബേസിക്കലി എടുക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റിൻ്റെ സ്കോപ്പ് ഈസ് വെരി ലാർജ്. കാരണം എന്താ, ഓഡിറ്റിൽ നമ്മൾ എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കവർ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെയാണ് എന്ത് നമ്മൾ അഭിപ്രായം പറയാം. പക്ഷേ ഇവിടെ സ്കോപ്പ് ഈസ് ലിമിറ്റഡ്. കാരണം എന്താ, ഇവിടെ നമ്മൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെയല്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ മേലെ മാത്രമാണ്. അപ്പോൾ ഒരു ഐറ്റം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ചെക്ക് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, സ്കോപ്പ് ഓഫ് വർക്ക് ഈസ് വെരി ലിമിറ്റഡ് കമ്പയർഡ് ടു ഓഡിറ്റ് റിപ്പോർട്ട്. അതേപോലെ തന്നെ ഇൻ ഓഡിറ്റ് റിപ്പോർട്ട് ദർ ഇസ് എ സ്കോപ്പ് ഓഫ് ഗിവിങ് കൺസ്ട്രക്റ്റീവ് അഡ്വൈസ് ടു ദ കമ്പനി. നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അഡ്വൈസ് കൊടുക്കാം. ഓക്കെ, ഇന്ന രീതിയിൽ ചെയ്താൽ നന്നാവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് അഡ്വൈസ് ഒന്നും എന്ത് ചെയ്യില്ല, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ദിസ് ഈസ് ഇറ്റ്, ഇതാണ് ശരി, അല്ലെങ്കിൽ ഇന്നയാണ് നമ്മൾ സർട്ടിഫൈ ചെയ്യുന്നതെന്ന് സ്പെസിഫിക് ആയിട്ട് പറയാമെന്നുള്ളൂ. അവിടെ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് വേയിൽ നമുക്ക് അവരെ ഒന്ന് അവരുടെ പെർഫോമൻസ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസസോ കാര്യങ്ങളോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് എൻ ഒപ്പീനിയൻ ബൈ ദ ഓഡിറ്റർ ആൻഡ് ഡസ് നോട്ട് ഗ്യാരണ്ടി അക്യുറസി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 100% കറക്റ്റ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഡിറ്റർക്ക് ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഹി ഈസ് ജസ്റ്റ് ഗിവിങ് എ റീസണബിൾ അഷ്യൂറൻസ്, അല്ലേ, റീസണബിൾ അഷ്യൂറൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെയോ, ഇവിടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് എ ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ദ ഓഡിറ്റർ വിച്ച് ഗ്യാരണ്ടി അക്യുറസി ഓഫ് ഫാക്ട്സ്. അതിൻ്റെ അക്യുറസി അയാൾ ഉറപ്പ് വരുത്തണം. പിന്നെ ടൈമിംഗ് ഓഫ് ഇഷ്യൂ. റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഓൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്താണ് കൊടുക്കുക. സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സർട്ടിഫിക്കറ്റ് എപ്പോൾ വേണമെങ്കിൽ ഇഷ്യൂ ചെയ്യാം, എപ്പോഴാണ് വേണ്ടത് ആ സമയത്ത് കൊടുക്കാം. അതിന് ഡോക്യുമെൻറ്റ്സ് ഓഡിറ്റർക്ക് കൊടുത്താൽ മതി. ലയബിലിറ്റി ഓഫ് ഓഡിറ്റർ. ഓഡിറ്റിൻ്റെ നോർമലി അയാൾ ലയബിൾ ആയിരിക്കില്ല if it is not correct, as the report is merely an opinion ആയതുകൊണ്ട് തന്നെ if it is not correct, auditor may not be held responsible. അയാൾ റെസ്പോൺസിബിൾ ആവണമെന്നില്ല, പക്ഷേ അയാൾ തീരെ കെയർലെസ് ആണ്, നെഗ്ലിജൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ മേലെ അയാൾ ഫോം ചെയ്ത ഒപ്പീനിയൻ തെറ്റിയാൽ അയാൾ ലയബിൾ ആവുള്ളൂ. അൺലെസ് ഹി ഈസ് ഫൗണ്ട് ഓഫ് നെഗ്ലിജൻ്റ് ഓഫ് ഹിസ് ഡ്യൂട്ടി. അയാൾ ഡ്യൂട്ടിയിൽ നെഗ്ലിജൻ്റ് ആണെങ്കിൽ അയാൾ ലയബിൾ ആയിരിക്കും ഈവൺ അണ്ടർ ഓഡിറ്റ്. പക്ഷേ സർട്ടിഫിക്കറ്റിലാണെങ്കിൽ നെഗ്ലിജൻ്റ് ആണോ അല്ലേ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിലൊന്നും കാര്യമില്ല. ഇൻ കേസ് ഓഫ് റോങ് സർട്ടിഫിക്കറ്റ് ഓഡിറ്റർ വിൽ ബി ഹെൽഡ് റെസ്പോൺസിബിൾ. അയാൾ റെസ്പോൺസിബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് എ മേജർ പോയിന്റ് ദെയർ. ഓക്കെ, നൗ NFRAയുടെ റോൾ. Explain in detail the role of NFRA, National Financial Reporting Authority. Role of NFRA. See, ഇവിടെ ആൾട്ടർനേറ്റീവ് പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ദ പോയിന്റ് ദാറ്റ് യു ക്യാൻ സീ ഇൻ യുവർ മെറ്റീരിയൽ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള പോയിന്റ് ഇതാണ്. സി, നമ്മുടെ NFRA റോള് ബേസിക്കലി നമുക്ക് ആസ് പെർ ദ ആക്ട് നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെക്കമെൻഡിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു റോൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റോൾ എന്ന് പറഞ്ഞാൽ മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലൈൻറ്റ്സ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഒന്ന് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുക. ഇനി രണ്ടാമത്തെ എന്താണ്, ഈ റെക്കമെൻഡ് ചെയ്ത ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് അത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുക. അത് ഇല്ലെങ്കിൽ അതിനെ എൻഫോഴ്സ് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ അതിനുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഇതാണ് അവരുടെ 3 റോൾസ്. പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്, അവർക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഉണ്ട്. ഓക്കെ, ഇതാണ് NFRAയുടെ ആക്ച്വലി റോൾ. ഓക്കെ, സോ ഐ റെക്കമെൻഡ് യു റൈറ്റ് ദ ആൾട്ടർനേറ്റീവ് ആൻസർ. ആൾട്ടർനേറ്റീവ് ആൻസറിൽ ഒന്നെന്താ, റെക്കമെൻഡേഷൻ ഓഫ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നോർമലി ICA എന്ത് ചെയ്യും, അതിൽ റെക്കമെൻഡേഷൻ ഫോം ചെയ്യും, അത് NFRA കൊടുക്കും. NFRAയുടെ കൺസൾട്ടേഷന് ശേഷം അതിലെന്തെങ്കിലും അമെൻമെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ തിരുത്തലൊക്കെ വരുത്താണ്ടെങ്കിൽ അതിന് ശേഷമാണ് എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലിന് പോവുക. സോ NFRA recommends auditing policies and standards to be adopted by the company for approval by the central government. Central government അപ്രൂവലിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും, NFRA ആയിരിക്കും. ഓക്കെ, ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് അല്ലേ. നമ്മൾ 143 നമ്മൾ ഈ ഒരു പ്രൊവിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ്, ഫോർ ദിസ് പർപ്പസ് ദ അതോറിറ്റി. അപ്പം NFRA റെക്കമെൻഡ്സ്
auditing policies and standards for approval by the central government. Central government approval വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ ഇത് റെക്കമെൻഡ് ചെയ്യും. For this purpose the authority shall receive a recommendation. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, അതോറിറ്റിക്ക് ഓടുന്ന റെക്കമെൻഡേഷൻ വരും. അതോറിറ്റി ഈ NFRA നേരിട്ട് റെക്കമെൻഡേഷൻ കൊടുക്കൽ അതിന് മുമ്പേ ആര് റെക്കമെൻഡ് ചെയ്യും, ഇവർക്ക് NFRAക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഓൺ ദ പ്രപ്പോസൽസ് ഓഫ് ന്യൂ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓർ ഫോർ അമെൻമെൻറ്റ് ടു ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഓർ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഒരു പുതിയൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വേണം, അല്ലെങ്കിൽ പുതിയൊരു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് വേണം. അതേപോലെ തന്നെ ഓൾറെഡി ഉള്ള അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡിൽ എന്തെങ്കിലും അമെൻമെൻറ്റ്സോ ചേഞ്ചസോ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, NFRAക്ക് റെക്കമെൻഡ് ചെയ്യും. NFRA ഇതെന്ത് ചെയ്യും, ഇത് സെൻട്രൽ ഗവൺമെൻറ് അടുത്ത് നിന്ന് അപ്രൂവലിൽ പോവുകയാണ് ചെയ്യുക. സോ അതാണ് അവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞത്. പിന്നെ അവർക്ക് വേണമെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് എന്ത് ചെയ്യാം, മേ സീക്ക് അഡീഷണൽ ഇൻഫർമേഷൻ. ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വേണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് എന്ത് ചെയ്യാം, അവർക്ക് ചോദിക്കാം. ദെൻ രണ്ടാമത്തത് അവരുടെ റോൾ എന്ന് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനും അത് എൻഫോഴ്സ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഉള്ള പവർ ഉണ്ട്. For purpose of monitoring and enforcing compliance with auditing standard under the act by a company or body corporate governed under Rule 3, the authority may, അവർക്ക് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു പർപ്പസ് ഓഫ് ദ വർക്കിംഗ് പേപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പർപ്പസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പർപ്പസാണെന്ത്, ടു എനേബിൾ ദ കണ്ടക്ട് ഓഫ് റിവ്യൂ ആൻഡ് ഇൻസ്പെക്ഷൻ. റിവ്യൂ ചെയ്യാനും ഇൻസ്പെക്ട് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ റിവ്യൂ ആൻഡ് ഇൻസ്പെക്ഷൻ നോർമലി ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ ആയിരിക്കും, അല്ലെങ്കിൽ NFRAക്ക് എന്ത് ചെയ്യാം, ഇൻസ്പെക്ട് ചെയ്യാം. സോ റിവ്യൂ വർക്കിംഗ് പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. വർക്കിംഗ് പേപ്പർ ആരുടെ പ്രോപ്പർട്ടിയാണ്, ഓഡിറ്ററുടെ പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമാണ് ഓഡിറ്റ് ചെയ്തതെന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് പേപ്പർ ആർക്ക് വെരിഫൈ ചെയ്യാം, NFRAക്ക് വെരിഫൈ ചെയ്യാം. ദെൻ ഇവാലുവേറ്റ് sufficiency of quality control system of the auditor and manner of documentation of system by the auditor. ഓഡിറ്ററുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് എത്രമാത്രം എഫക്റ്റീവ് ആണ്, സഫീഷ്യൻ്റ് ആണെന്ന് എന്ത് ചെയ്യാം, ഈ NFRAക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം, മീൻസ് ഇവാലുവേറ്റ് ചെയ്യാം. അവരുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ലേ എന്നുള്ള എന്ത് ചെയ്യാം, ദിസ് NFRAക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും, അതിനുള്ള പവർ ഉണ്ട്. അതുപോലെ തന്നെ പെർഫോം സച്ച് അതർ ടെസ്റ്റിംഗ് ഓഫ് ഓഡിറ്റിന് ഓഡിറ്റിംഗ് ചെയ്യാം, സൂപ്പർവൈസറി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഓഡിറ്റ് ആസ് മേ ബി കൺസിഡർ നെസസറി. അപ്പം ഓഡിറ്ററുടെ പെർഫോമൻസ്, ഓഡിറ്റ് ചെയ്യുന്ന ആളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി അയാൾ വർക്കിംഗ് പേപ്പർ ചെക്ക് ചെയ്യാനും അയാളുടെ ക്വാളിറ്റി കൺട്രോൾ സിസ്റ്റംസ് വെരിഫൈ ചെയ്യാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ NFRAക്ക് പറ്റും. അതോറിറ്റി മേ റിക്വയർ, അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓഡിറ്ററോട് ചോദിക്കാം, ആൻ ഓഡിറ്റർ ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് ഗവർണൻസ് പ്രാക്ടീസസ് ആൻഡ് ഇൻറ്റേർണൽ പ്രോസസ്സസ് ഡിസൈൻ ടു പ്രൊമോട്ട് ഓഡിറ്റ് ക്വാളിറ്റി, പ്രൊട്ടക്ട് ഇറ്റ്സ് റെപ്യൂട്ടേഷൻ ആൻഡ് റിഡ്യൂസ് റിസ്ക് ഇൻക്ലൂഡിംഗ് റിസ്ക് ഓഫ് ഫെയിലിയർ ഓഫ് ദ ഓഡിറ്റർ ആൻഡ് may take such action on the report as may be necessary. ഓക്കെ, അവർക്ക് അഡീഷണൽ ആയിട്ട് നമ്മളുടെ ഓഡിറ്റ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നമ്മളുടെ റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ആസ്ക്. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, ദേ ക്യാൻ ടേക്ക് ആക്ഷൻ ഓൺ ദിറ്റ്. ഓക്കെ, ദ അതോറിറ്റി മേ സീക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് ചോദിക്കാം ആസ് നെസസറി. അതോറിറ്റി എങ്ങനെയാണ് ഇത് നോക്കുക, ത്രൂ ഇറ്റ്സ് ഓഫീസേഴ്സ് ഓർ എക്സ്പേർട്സ് ഉണ്ടാവും. അല്ലാതെ NFRA എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മിനിമൽ പീപ്പിൾ, അതിൻ്റെ ഒരു ബോർഡിലുണ്ടാവുക. അവരുടെ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അവർക്ക് ദേ വിൽ ഹാവ് ഓഫീസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. ഈ ഓഫീസിൽ സ്റ്റാഫുകളുണ്ടാവും, സ്റ്റാഫാണ് എന്ത് ചെയ്യാതെ ചെയ്യുക. The authority shall publish its findings relating to non-compliance. എന്തെങ്കിലും നോൺ കംപ്ലയൻസ് ഉണ്ട് എങ്കിൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് കോസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഈ സ്റ്റാൻഡേർഡ് ഒന്നും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതോറിറ്റി ഷാൽ പബ്ലിഷ്, അവർക്ക് പബ്ലിഷ് ചെയ്യാം non-compliance on its website and such other manner as it deems fit unless it has reason not to do so in public ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണെങ്കിൽ എന്ത് ചെയ്യാം, അവർക്കത് പബ്ലിഷ് ചെയ്യാതിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അതോറിറ്റി ഷാൽ പബ്ലിഷ്, അവരെന്ത് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം. നോൺ കംപ്ലയൻസ് എന്തെങ്കിലും ഈ സ്റ്റാൻഡേർഡ്സോ കാര്യങ്ങളൊക്കെ കംപ്ലൈ ചെയ്യാത്ത കമ്പനികളോ അല്ലെങ്കിൽ ഓഡിറ്റർ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യാം, അവർക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അതർ വെബ്സൈറ്റ് ആസ് ഡീംസ് ഫിറ്റ് അവർക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. പക്ഷേ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഷാൾ നോട്ട് പബ്ലിഷ്
പ്രൊപ്രൈറ്ററി ഓർ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ല. അൺലെറ്റ് ഈസ് എ റീസൺ ടു ബിലീവ്. പബ്ലിക് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ യു ക്യാൻ do it. Okay, the authority may send a separate separate report containing proprietary to the central government. എന്നാൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങളത് പബ്ലിക്കലി നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പബ്ലിഷ് ചെയ്യാൻ പാടില്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യാം, ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മേലൊരു കണ്ണാർക്കും ഉണ്ടാവും, അതോറിറ്റിക്ക് ഉണ്ടാവും. ദ അതോറിറ്റി ഫൈൻഡ്സ് ആൻഡ് ഓർ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ് ദ ലോ ഓർ that any law or professional or other standard has been violated by the auditor. ഈ ഏതെങ്കിലും ലോയോ അല്ലെങ്കിൽ പ്രൊഫഷണൽ അതർ സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ they can എന്താണ് ഡിസൈഡ് ടു മേക്ക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ ത്രൂ ദ കൺസേൺ ഡിവിഷൻ. ഓക്കെ, എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുമ്പോൾ അവർക്ക് എടുക്കാൻ പറ്റും. സോ ദേ ഹാവ് എ ഇൻവെസ്റ്റിഗേഷൻ പവർ. ഓക്കെ, അപ്പോൾ ആ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. പവർ ടു ഇൻവെസ്റ്റിഗേഷൻ. ഇൻ അഡീഷൻ ടു ദ അബവ്, ദ അതോറിറ്റി എൻജോയ്സ് ദ പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് എനി മാറ്റർ or of professional or other misconduct under section 132 പ്രകാരം. 132 എന്ന് പറഞ്ഞാൽ NFRAയുടെ സെക്ഷനാണ്. 132 പ്രകാരം പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റിൽ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് എങ്കിൽ they can do that. അതുപോലെ തന്നെ undertake investigation into any matter on the basis of its compliance or oversight activities. ഇവർ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഈ നമ്മൾ ഓൾറെഡി പറഞ്ഞ മോണിറ്റർ അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ദേ മൈറ്റ് കം അക്രോസ്, അവർക്ക് എന്ത് ചെയ്യാം, പല ഡൗട്ടുകളും അവർക്ക് ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ undertake investigation to any matter on the basis of compliance or oversight activities. നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുകയാണ് അവിടെ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വേണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ undertake suo moto investigation into any matter of professional or other misconduct after recording reason in writing of the purpose. suo moto സ്വമേധയാൽ എന്ത് ചെയ്യാം, അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ഇഫ് ദേ ഫീൽ ദാറ്റ് ദീസ് ഇൻവെസ്റ്റിഗേഷൻസ് നീഡഡ് അവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ 3 രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റുക. ഒന്ന്, പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റിൻ്റെ മേലെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. പ്രൊഫഷണൽ അതർ മിസ്കണ്ടക്റ്റ് എവിടെ പറയുന്നത്, 132 പറയുന്നത്. പിന്നെ കംപ്ലയൻസ് അല്ല ഓവർസൈറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അവിടെ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം തോന്നിയാൽ അവിടെ ചെയ്യാം. അല്ലെങ്കിൽ സുവമോട്ടായിട്ട് വെറുതെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് ഡ്യൂറിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റി ഹാസ് എവിഡൻസ് ടു ബിലീവ് ദാറ്റ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഹാസ് നോട്ട് കംപ്ലൈഡ് വിത്ത് ദ റിക്വയർമെൻറ്റ് അണ്ടർ ദ ആക്ട് which involves or may involve fraud amounting to rupees 1 crore or more, it shall report the finding to central government. അപ്പോൾ നമ്മൾ ഓഡിറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രോഡ് എന്ന് പറയുന്ന സാധനം കാണുകയും ആ ഫ്രോഡ് 1 crore or more, 1 കോടി അതിൽ കൂടുതൽ വരുന്ന ഫ്രോഡ് എമൗണ്ട് ആണ് എങ്കിൽ എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ 143 സബ്സെക്ഷൻ 12 ഇതേ പ്രൊവിഷൻ നമുക്ക് ഓഡിറ്റർ കൊടുത്തായിട്ട് കാണാം. സെക്ഷൻ 143 സബ്സെക്ഷൻ 12 റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. എപ്പം ഒരു ഫ്രോഡ് 1 crore അതിൽ കൂടുതലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും അതിൽ കുറവാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കും എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ സിൻസ് NFRA ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി, അപ്പോൾ അവർക്ക് ബോർഡിനോട് റിപ്പോർട്ട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല. പക്ഷേ 1 crore മേലെ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷാൽ ബി റിപ്പോർട്ടഡ് ടു സെൻട്രൽ ഗവൺമെൻറ്. See, this is a transitional provision. I think you don't have to add this, but you can just read if wanted. Okay. അതായത് ഈ സെക്ഷൻ വരുന്നതിന് മുമ്പുള്ള ആക്റ്റുകളും കാര്യങ്ങളും മീൻസ് കേസുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. ദിസ് ആക്ച്വലി സോർട്ടഡ്. ഓക്കെ, ദാറ്റ് യു ക്യാൻ ഇഗ്നോർ റൈറ്റ് നൗ. Now, Mr. A has been appointed as auditor of XYZ Cooperative Society for a financial year 23-24. Mr. A seeks your opinion in designing an elaborate plan for this assessment. So for this assignment, prepare and suggest a list of important steps to be taken by Mr. A in conducting the audit of XYZ Cooperative Society. Cooperative Societyയുടെ ഓഡിറ്റിനെ കുറിച്ചാണ് എന്തെന്ന് പറയുന്നത്. സോ നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൽ വരുന്ന കുറേ പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് യു ക്യാൻ റൈറ്റ് യുവർ ഓൺ വേ. ഓക്കെ, ഇത് ഈ രീതിയിൽ തന്നെ നിങ്ങൾ സബ് പോയിന്റുകളായിട്ടൊന്നും എഴുതണമെന്നില്ല. യു ക്യാൻ റൈറ്റ്, പക്ഷേ എഴുതുന്നത് എന്തായിരിക്കണം, ഷുഡ് ബി ഇൻ ക്ലിയർ.
ഇവിടെ ജനറലായിട്ട് ഒരു ഓഡിറ്റിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയാലും ഏതൊരു ഇതിലായാലും നമ്മൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം കെയർഫുള്ളി ഗോ ത്രൂ ബൈലോസ്. ആ സ്ഥാപനത്തിൻ്റെ ബൈലോ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെൻറ്റിലൂടെ എന്ത് ചെയ്യുക നമ്മൾ പോവുക ആൻഡ് സീ ദാറ്റ് ദർ ഹാവ് ബീൻ ഒബ്സർവ്ഡ് ഇൻ ലെറ്റർ ആൻഡ് സ്പിരിറ്റ്. ആ ബൈലോ അവർ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. He should examine the register of member of society and individual shareholding. Register of members വെരിഫൈ ചെയ്യുക, ആരൊക്കെയാണ് മെമ്പേഴ്സ്, എത്ര പേരുണ്ട്, അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് ഒക്കെ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ടെസ്റ്റ് ചെക്ക് ദ ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഓപ്പറേറ്റഡ്. ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഇത് നോർമലി എല്ലാ കമ്പനിയിലും നമുക്ക് ചെയ്യാവുന്ന എല്ലാ സ്ഥാപനത്തിലും ലീഗലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാവുന്ന പോയിന്റുകളാണ്. സോ ഈ 3 പോയിന്റുകൾ എന്ത് ചെയ്യുക, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും നമ്മൾ ചെക്ക് ചെയ്യുക. പിന്നെ ഓഡിറ്റ് ഓഫ് ഇൻകംസ്. കോപ്പറേറ്റീവ് സൊസൈറ്റി പല രീതിയിൽ അവർക്ക് ഇൻകംസ് വരും. ആ ഇൻകംസ് എങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. വൗച്ച് ദ റെസിപ്റ്റ് ഇൻ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കായിട്ട് എന്ത് ചെയ്യാം, ക്യാഷ് ആയിട്ട് നമ്മൾ റെസിപ്റ്റ്സ് വൗച്ച് ചെയ്യുക. ക്യാഷ് റെസീപ്റ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഷുഡ് ബി വൗച്ച് ടു രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ക്യാഷ് ഷെയർ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ക്യാഷ് ആണെങ്കിൽ അതങ്ങോട്ട് ഉണ്ടാവും, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ വന്നിട്ടുണ്ടാവും. സെയിൽസ് ആണെങ്കിൽ ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് cash memos and invoice issued to the കസ്റ്റമേഴ്സിന് കൊടുത്ത ഇൻവോയ്സും ആൻഡ് ഓൾസോ ടു ദ സെയിൽസ് അക്കൗണ്ടിലേക്കും പോയിട്ടുണ്ടാവും. സോ ഇത് ജനറൽ പോയിൻ്റാണ്. നമ്മൾ പല ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ പോയിന്റുകൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ആ സെയിം രീതിയിൽ എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ദിസ്. പിന്നെ റെസിപ്റ്റ് ഓഫ് ക്യാഷ് ഇൻ റെസ്പെക്ട് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നമുക്ക് റെസിപ്റ്റ് ഉണ്ട് എങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ് ടുവേർഡ്സ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഓർ ദെയർ മെയിൻ്റനൻസ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഓക്കെ, ഇത് ഇപ്പം സൊസൈറ്റി എന്ന് പറയുമ്പം ചിലപ്പം ഹൗസിംഗ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ ഈ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്സ്പെൻസുകളും അതിൻ്റെ റെസിപ്റ്റൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഓഡിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചറും ഇതേപോലെ മാനേജിങ് കമ്മിറ്റി എന്ത് ചെയ്യണം, ഓതറൈസേഷൻ ത്രൂ ആയിരിക്കണം എല്ലാ എക്സ്പെൻഡിച്ചറും പോകുന്നത്. പെർട്ടിക്കുലർ ഇൻ കേസ് ഓഫ് ലാർജ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾസോ ദ ബിൽസ് റിസീവ് ഫ്രം ദ ഇൻഡിവിജ്വൽ പാർട്ടീസ്, ദ മണി റിസീവ്ഡ് ഒബ്റ്റെയിൻ ഫ്രം ദ എൻട്രീസ് ഇൻ ദ ബാങ്ക് പാസ്ബുക്ക് അലോങ് വിത്ത് കൗണ്ടർ ഫോയിൽ ഓഫ് ചെക്സ്. ഓക്കെ, കൗണ്ടർ ഫോയിൽ ഓഫ് ചെക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ എന്ത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹി ഷുഡ് വൗച്ച് ദ പേയ്മെൻറ്റ് ഓഫ് ലോൺ വിത്ത് ലോൺ അഗ്രിമെൻറ്റ്. എന്തെങ്കിലും ലോൺ റീപേയ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലോൺ അഗ്രിമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് വിത്ത് റെഫറൻസ് ടു ദ റിസൊല്യൂഷൻ ഓഫ് ദ managing committee, agreements with the persons concerned and money receipts obtained from them. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതർ പോയിൻറ്റ്സിൽ എന്താ വരുന്നത് വെച്ചാൽ, ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി ആകുമ്പോൾ നോർമലി അവർ അധികം ബാങ്കിങ് ആക്ടിവിറ്റിയിലൊക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ എന്തെങ്കിലും ചെക്ക് ചെയ്യുക. ഈ ഷുഡ് അപ്രോപ്രിയേറ്റ്ലി ക്ലാസിഫൈ ഓവർ ഡ്യൂ ഡെറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതെന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ എ പീരീഡ് ഓഫ് 6 months to 5 years ആൻഡ് മോർ. 6 months to 5 years അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലുള്ളതൊക്കെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ, റിപ്പോർട്ട് ദം ടു ദ മെമ്പേഴ്സ് വിത്ത് എ നോട്ട് റിഗാർഡിംഗ് ദ എഫക്ട് ദീസ് മൈറ്റ് ബി ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, അതേപോലെ തന്നെ അതിന് പ്രോബബിലിറ്റി ഓഫ് റിക്കവറി ഓഫ് സച്ച് ഡെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓവർ ഡ്യൂ ഡെറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അത് ബിലോ 6 months, above 6 months, above 5 years ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെ കിട്ടാത്ത കടങ്ങൾ ബാഡ് ഡെറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള എന്തെങ്കിലും ആക്ഷൻസോ പ്രോബബിലിറ്റിയോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരും അല്ലേ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ സിമിലർലി ഹി ഷുഡ് മേക്ക് എ സ്പെഷ്യൽ റെഫറൻസ് ടു ദ ഓവർ ഡ്യൂ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളതുണ്ടാവാം. ജനറലി ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ ഡെറ്റ് ഷുഡ് നോട്ട് ബി ക്രെഡിറ്റഡ് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ബട്ട് ടു ദ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് റിസർവ് അക്കൗണ്ട്. ഓക്കെ, അപ്പം ബാങ്കുകളൊക്കെ നോർമൽ അവരുടെ ഇൻട്രസ്റ്റ് കിട്ടുന്ന പോലെയല്ല, ഓവർ ഡ്യൂ അക്കൗണ്ട് ആണെങ്കിൽ ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് റിസർവ് അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്കാണ് എന്ത് ചെയ്യാതെ പോവുക, അതിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെറ്റ്സ് should be after bad debt write off after prior authorization from the managing committee authorize according to the Maharashtra Cooperative Society. A bad debt can be written off only when it's certified to be irrecoverable by a auditor. Or auditor അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൻട്രൽ കോപ്പറേറ്റീവ് ആക്ട് ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ എവറി സ്റ്റേറ്റ് ദേ വിൽ ഹാവ് എ സ്റ്റേറ്റ് വൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൾസോ. അപ്പോൾ ഈ സ്റ്റേറ്റ് വൈസ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് എന്ത് ചെയ്യാം,
അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ മഹാരാഷ്ട്ര കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു ഇതാണ്. ബാഡ് ഡെറ്റ് നിങ്ങൾക്ക് റൈറ്റ് ഓഫ് ചെയ്യാം, മാനേജ്മെൻറ്റ് കമ്മിറ്റി ഓതറൈസ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓഡിറ്റർ അത് ഇറിക്കവറബിൾ ആണെന്ന് എന്ത് ചെയ്യണം, സർട്ടിഫൈ ചെയ്യുകയും വേണം എന്നുള്ളതാണ് അവിടുത്തെ പോയിന്റ്. This casts a special obligation on the auditor to ascertain whether the debt in question was created with the rules of society and whether it has been now really become bad and irrecoverable. അപ്പോൾ ഓഡിറ്റർക്ക് അവിടെ ഡ്യൂട്ടി വരാണ്. ഇഫ് they want to write off, they have to get a certificate from the auditor. Provisions relating to the appointment of the first auditor നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ് അല്ലേ. 139 നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ്. ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ബിറ്റ്വീൻ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു ഫസ്റ്റ് എ ജി എം വരെയുള്ള പീരീഡിൽ നമ്മൾ ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണത് ഫസ്റ്റ് ഓഡിറ്റർ. അതിന് ശേഷമുള്ള ആൾ ആരായിരിക്കും, സബ്സിക്വൻറ്റ് ഓഡിറ്റേഴ്സ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻമെൻറ്റ് നമുക്ക് ഗവൺമെൻറ് കമ്പനിയിലും നോൺ ഗവൺമെൻറ് കമ്പനിയിലും ഡിഫറെൻ്റ് ആണ്. ഇൻ കേസ് ഓഫ് എ കമ്പനി അതർ ദാൻ ഗവൺമെൻറ് കമ്പനി അല്ലാത്ത കമ്പനിയിൽ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്പോയിൻറ്റ് ചെയ്യുക വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി. കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ 30 days ഉള്ളിൽ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. ആരാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 30 ദിവസം കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഫെയിൽസ്, ഈ ഷാൾ ഇൻഫോം ദ മെമ്പേഴ്സിനെ എന്ത് ചെയ്യണം, അവരെ അറിയിക്കണം. മെമ്പേഴ്സിനെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൂ ഷാൾ അപ്പോയിൻറ്റ് സച്ച് ഓഡിറ്റർ വിത്തിൻ 90 days, അടുത്ത 90 ദിവസം കൊണ്ട്, 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, BOD അപ്പോയിൻറ്റ് ചെയ്യണം. ഇഫ് ദേ ഫെയിൽസ്, അടുത്ത 90 days ഉള്ളിൽ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യണം, ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുക, ത്രൂ EGM. എന്തുകൊണ്ടാണ് EGM? AGM നടക്കാനായിട്ടില്ല. AGM ഈസ് അറ്റ് 1 year അല്ലേ, 1 yearലാണ്. അപ്പോൾ AGM നടക്കാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ EGMലാണ് എന്ത് അപ്പോയിൻറ്റ് ചെയ്യുക. ദ ഓഡിറ്റർ സോ അപ്പോയിൻറ്റഡ് ഷാൾ ഹോൾഡ് ഓഫീസ് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഈ ഓഡിറ്ററുടെ പൊസിഷൻ എത്ര വരെ ഉണ്ടാവുക, ഫസ്റ്റ് AGM വരെയാണ് ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് എ ഗവൺമെൻറ് കമ്പനി ആണെങ്കിലോ, ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ഇതിൽ ഉള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഗവൺമെൻറ് കമ്പനിയുടെ കേസിൽ ഓഡിറ്ററുടെ അപ്പോയിൻമെൻറ്റും റീ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോർമലി നോക്കുന്നത് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. Okay, in case of a government company or any other company owned or controlled directly or indirectly by the central government or by state government or partly by central government or partly by one or more state government എന്ന് പറഞ്ഞാൽ ഡീംഡ് ഗവൺമെൻറ് കമ്പനി. അതായത് കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഗവൺമെൻറ് കമ്പനി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ചില കമ്പനികൾ ഗവൺമെൻറ് കമ്പനി ആയിരിക്കില്ല, ഇറ്റ് വിൽ ബി എ പബ്ലിക് കമ്പനി, ഒരു പബ്ലിക് കമ്പനി ആയിരിക്കും. പക്ഷേ ആ പബ്ലിക് കമ്പനിയിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ആരായിരിക്കും, ഗവൺമെൻറ്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡീംഡ് ഗവൺമെൻറ് കമ്പനി വിളിക്കുക. അപ്പോൾ ആ ഡീംഡ് ഗവൺമെൻറ് കമ്പനിയുടെ കേസിലും 100% ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും അവിടെ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, CAG ആണ്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ഫസ്റ്റ് ഓഡിറ്റർ ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ CAG. ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കണം, CAG ആയിരിക്കണം. എത്ര ദിവസം കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുക, വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഓക്കെ, 60 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, CAG അപ്പോയിൻറ്റ് ചെയ്യണം വിത്തിൻ 60 days. ഇനി ഇൻ കേസ് ദ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, ഡസ് നോട്ട് അപ്പോയിൻറ്റ് വിത്തിൻ ദ said period, the board of directors shall appoint വിത്തിൻ നെക്സ്റ്റ് 30 days. അടുത്ത 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, BOD അപ്പോയിൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ CAG അപ്പോയിൻറ്റ് ചെയ്യണം, ചെയ്തിട്ടില്ല എങ്കിൽ BOD അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി ഫർദർ, ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് ദ ബോർഡും ഫെയിലിയർ ആയി കഴിഞ്ഞാലോ, വിത്തിൻ എ നെക്സ്റ്റ് 30 days നെക്സ്റ്റ് 30 days ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ അവർ അപ്പോയിൻറ്റ് ചെയ്തില്ല. അങ്ങനെയാണ് എങ്കിൽ ഇറ്റ് ഷാൾ ഇൻഫോം ദ മെമ്പേഴ്സ്, അവരെന്ത് ചെയ്യണം, മെമ്പേഴ്സിനെ അറിയിക്കണം. ഹൂ ഷാൾ അപ്പോയിൻറ്റ് സച്ച് ഓഡിറ്റർ വിത്തിൻ 60 days അറ്റ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അടുത്ത 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, മെമ്പേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യും, ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം CAG 60 days അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യണം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത 60 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യാം.
The auditor so appointed shall hold office till the conclusion of first annual general meeting. രണ്ട് ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും നോൺ ഗവൺമെൻറ് കമ്പനി ആണെങ്കിലും ഓഡിറ്ററുടെ ഓഫീസ് മാക്സിമം അയാൾക്ക് എത്ര വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും? ത്രൂ ടു ഫസ്റ്റ് AGM. ഫസ്റ്റ് ഓഡിറ്റർ കേസിൽ ഫസ്റ്റ് AGM വരെയാണ് എന്ത് ചെയ്യുക, അയാളുടെ ഓഡിറ്റർ പൊസിഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് ഈസ് ഡൺ. സോ നിങ്ങൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. ഇപ്പം നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ക്ലാസ്സിലെടുത്തതും നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ളത് അല്ലേ. സോ MCQ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ, നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ MCQ എന്ന് പറഞ്ഞ സാധനം MCQ ആയിട്ട് പഠിക്കുന്നതിന് പകരം യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. നിങ്ങൾക്ക് ഓഡിറ്റിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് വെരി ഈസി ടു ക്രാക്ക്. ഓക്കെ, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും അധികം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് this section. Okay, if you have any doubt, നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഐ ഹാവ് ഗിവൺ യുവർ നമ്പർ അല്ലേ. അപ്പോൾ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ഓർ യു ക്യാൻ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ഹാവ് എ കോൺടാക്ട്. Okay, so I hope this section is very useful for you. Thank you for watching.